നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് പബ്ലിക് റവന്യൂ ആൻഡ് പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്താണെന്നാണ്. ആദ്യം പബ്ലിക് റവന്യൂ. Government need to perform various functions in the field of political, social and economic activity to maximize social economic welfare. In order to perform these duties and functions, government require a large amount of resources. These resources are called public revenue. അതായത് സോഷ്യൽ ആൻഡ് എക്കണോമിക് വെൽഫെയർ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്, സമൂഹത്തിന് വെൽഫെയർ ക്ഷേമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒരുപാട് പ്രോഗ്രാംസ് കൊണ്ടുവരുന്നുണ്ട്. ഇത് പൊളിറ്റിക്കൽ, സോഷ്യൽ, എക്കണോമിക് ആക്ടിവിറ്റീസ് ആയിട്ടാണ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. ഈ ഫങ്ഷൻസ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിനെ ഒരു ലാർജ് എമൗണ്ട്, ഒരു വലിയ തുകയാണ് ആവശ്യം വരുന്നത്. ഈ റിസോഴ്സസ്, ലാർജ് എമൗണ്ട് ഓഫ് റിസോഴ്സസിനെയാണ് പബ്ലിക് റവന്യൂ എന്ന് പറയുന്നത്. അതായത് പബ്ലിക് റവന്യൂ എന്ന് വെച്ചാൽ ഗവൺമെൻറ്റിന് സോഷ്യൽ വെൽഫെയർ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് ഒരുപാട് ചിലവുകളുണ്ട്. ഈ ചിലവിന് ഉപയോഗിക്കുന്ന ലാർജ് എമൗണ്ട് ഓഫ് റിസോഴ്സസിനെയാണ് പബ്ലിക് റവന്യൂ എന്ന് പറയുന്നത്. പബ്ലിക് റവന്യൂ ഇൻ അഗ്രിഗേറ്റ് പബ്ലിക് ഇൻകം ഓർ പബ്ലിക് റവന്യൂ ഈസ് ദ ഇൻകം ഓഫ് ഗവൺമെൻറ് ത്രൂ ഓൾ ദ സോഴ്സസ്. പബ്ലിക് റവന്യൂ എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ്റിന് എല്ലാ സോഴ്സസ് വഴിയും ലഭിക്കുന്ന ഇൻകത്തെ, അഗ്രിഗേറ്റ് പബ്ലിക് ഇൻകത്തെയാണ് പബ്ലിക് റവന്യൂ എന്ന് പറയുന്നത്. ഗവൺമെൻറ്റിന് കിട്ടുന്ന എല്ലാ മാർഗങ്ങളിലൂടെയും ലഭിക്കുന്ന അഗ്രിഗേറ്റ് ഇൻകത്തെയാണ് പബ്ലിക് റവന്യൂ എന്ന് പറയുന്നത്. സോഴ്സസ് ഓഫ് പബ്ലിക് റവന്യൂ, ഗവൺമെൻറ്റിന് കിട്ടുന്ന എല്ലാവിധ മാർഗത്തിൽ നിന്നും കിട്ടുന്ന അതിനെയാണ് പബ്ലിക് റവന്യൂ എന്ന് പറഞ്ഞത്. ഇതിന് രണ്ട് സോഴ്സസാണ് ഉള്ളത് പ്രധാനമായിട്ടും, ടാക്സ് റവന്യൂ, നോൺ ടാക്സ് റവന്യൂ. ടാക്സ് റവന്യൂ എന്താണെന്ന് നോക്കാം. ടാക്സ് റവന്യൂ ഈസ് ദ ഇൻകം ദാറ്റ് ഗെയിൻഡ് ബൈ ഗവൺമെൻറ് ത്രൂ ടാക്സേഷൻ. Taxes are compulsory contribution levied by the state for meeting expense in the common interest of all citizens. ടാക്സ് റവന്യൂ എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ് ഒരു ടാക്സേഷൻ ഇംപ്ലിമെൻ്റ് ചെയ്യില്ലേ, ഗവൺമെൻറ് ജനങ്ങൾക്ക് മേലെ, ഇൻഡിവിജ്വലിന് മേലെ ചുമത്തുന്ന ടാക്സേഷൻ, അതിൽ നിന്നും ചുമത്തുന്ന നികുതിയിൽ നിന്നും കിട്ടുന്ന വരുമാനത്തെ, ഇൻകത്തെയാണ് ടാക്സ് റവന്യൂ എന്ന് പറയുന്നത്. ഇത് ഗവൺമെൻറ് കമ്പൽസറി ആയിട്ട് ജനങ്ങൾ മേലെ ചുമത്തുന്നതാണ്. നിർബന്ധമായിട്ടും ജനങ്ങൾ ഇത് തിരിച്ച് ഗവൺമെൻറ്റിന് നൽകാൻ ബാധ്യസ്ഥരാണ്. ഈ കിട്ടുന്ന വരുമാനം ഉപയോഗിച്ചിട്ടാണ് കോമൺ ഇൻട്രസ്റ്റ്, ജനങ്ങൾക്ക് വേണ്ട പൊതു താല്പര്യത്തിലുള്ള കാര്യങ്ങൾ നിർവഹിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻകം ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ ഇത് കമ്പൽസറി ആയിട്ട് സ്റ്റേറ്റ് കളക്ട് ചെയ്യുന്നു, അതായത് ഗവൺമെൻറ് കളക്ട് ചെയ്യുന്നു. ഈ ടാക്സ് റവന്യൂവിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഡയറക്റ്റ് ടാക്സസ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സസ്. അപ്പോൾ ഈ ടാക്സിനെ ഡയറക്റ്റ് എന്നും ഇൻഡയറക്റ്റും ആയി തിരിക്കുന്നത് ആ ടാക്സിൻ്റെ ഇമ്പാക്റ്റും ഇൻസിഡൻറ്റിനും അനുസരിച്ചിട്ടാണ്. ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ അത് ആരിലാണോ ഇമ്പോസ് ചെയ്യുന്നത്, ആരിലാണോ അത് ചുമത്തുന്നതും, ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് ഇത് ആരാണ് അടയ്ക്കുന്നത് എന്നാണ്. അപ്പോൾ ഈ ഇമ്പാക്റ്റും ഇൻസിഡൻറ്റിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും, ഇമ്പോസിങ്ങും ഇൻസിഡൻറ്റിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും ടാക്സിനെ ഡയറക്റ്റ് ടാക്സ് ആണോ ഇൻഡയറക്റ്റ് ടാക്സ് ആണോ എന്ന് പറയുന്നത്. Direct tax. A tax is said to be direct if the taxpayer bears the burden of tax. He cannot shift the burden to any other person. അതായത് ഡയറക്റ്റ് ടാക്സ് എന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തിയിൽ ചുമത്തിയിരിക്കുന്ന, ഇമ്പോസ് ചെയ്തിരിക്കുന്ന ടാക്സ് ബേർഡൻ അയാൾക്ക് മറ്റൊരാളിലേക്ക് ചുമത്താൻ പറ്റില്ല. കാരണം അയാളുടെ മേലെ ചുമത്തിയ ബേർഡൻ എന്ന് പറയുന്ന ടാക്സ് എന്ന് പറയുന്നത് ആ നികുതി അയാൾ തന്നെ അടയ്ക്കണം. ഇതിനെയാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഇത് പ്രകാരം ഈ ടാക്സ് ബേർഡൻ, അതായത് ബാധ്യത, നമുക്ക് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, മാറ്റാൻ പറ്റുന്നില്ല. ഇത്തരം നികുതിനെയാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഇതിന് ഉദാഹരണമാണ് ഇൻകം ടാക്സ്, വെൽത്ത് ടാക്സ്, ഗിഫ്റ്റ് ടാക്സ് തുടങ്ങിയവ. ഇൻഡയറക്റ്റ് ടാക്സ് എന്താണ്? ഇപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സ് ഈസ് ഷിഫ്റ്റഡ് ബൈ payer to other. If sales tax is imposed on sugar, the producer or dealer who pay it passes it on to the next buyer, and ultimately the burden is borne by the consumer. അതായത് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് ചുമത്തുന്നത് ഒരാളിലാണെന്നുണ്ടെങ്കിൽ കൂടി അത് അടയ്ക്കുന്നത് പലരായിട്ടായിരിക്കും, ഇല്ലെങ്കിൽ എൻഡിങ് പോയിന്റ് വേറൊരാളിലായിരിക്കും ഉണ്ടാവുക. ഡയറക്റ്റ് ടാക്സിൽ ചുമത്തപ്പെടുന്നതും അടയ്ക്കപ്പെടുന്നതും ഒരേ വ്യക്തിയിലാണെന്നുണ്ടെങ്കിൽ, ഇൻഡയറക്റ്റ് ടാക്സിൽ ചുമത്തുന്നത് ഒരാളാണെങ്കിൽ അത് ഷിഫ്റ്റ് ചെയ്ത് ആ ബേർഡൻ ഷിഫ്റ്റ് ചെയ്ത് അടുത്ത ആളിലേക്ക് പോകുന്നു. ഇതാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു വലിയൊരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു വെച്ചാൽ അതിൻ്റെ ടാക്സ് അടച്ചടച്ച് പോകുന്നത് ലാസ്റ്റ് കൺസ്യൂമറിൻ്റെ കീഴിലായിരിക്കും. ആ പ്രൊഡ്യൂസറിൽ ചുമത്തിയ നികുതി
കൺസ്യൂമറിലേക്ക് എത്തുന്നത് ഷിഫ്റ്റ് ചെയ്തിട്ട്. ഇതിനെയാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഇതിന് ഉദാഹരണമാണ് സെയിൽസ് ടാക്സ് എന്ന് പറയുന്നത്. നോൺ ടാക്സ് റവന്യൂ സോഴ്സസ്. നമ്മൾ ഡയറക്റ്റ് ടാക്സ് റവന്യൂ സോഴ്സസും പറഞ്ഞു, നോൺ ടാക്സ് റവന്യൂ സോഴ്സസും. എന്തായിരിക്കും അപ്പോൾ നോൺ ടാക്സ് റവന്യൂ സോഴ്സസ്? നോൺ ടാക്സ് റവന്യൂ സോഴ്സസ് ഓഫ് പബ്ലിക് റവന്യൂ വിച്ച് ആർ റേസ്ഡ് ബൈ ദ ഗവൺമെൻറ് ഫ്രം അതർ ദാൻ ദ ടാക്സ് ഇൻ ദ ഇക്കോണമി. ഇതിൽ ടാക്സ്, നികുതി അല്ലാത്ത മറ്റു വരുമാന മാർഗങ്ങളെയാണ് നോൺ ടാക്സ് റവന്യൂ എന്ന് പറയുന്നത്. ഗവൺമെൻറ് ടാക്സേഷനിലൂടെ അല്ലാതെ വേറെന്തെല്ലാം മാർഗങ്ങളിലൂടെ ഗവൺമെൻറ്റിന് പൈസ കിട്ടുന്നുണ്ട്, വരുമാനം കിട്ടുന്നുണ്ട്, ആ മാർഗങ്ങളെല്ലാമാണ് നോൺ ടാക്സ് റവന്യൂവിൽ വരുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് റവന്യൂ, നോൺ ടാക്സ് റവന്യൂവിലുള്ള ഒന്നാണ് അഡ്മിനിസ്ട്രേറ്റീവ് റവന്യൂ എന്ന് പറയുന്നത്. ഇത് അഡ്മിനിസ്ട്രേറ്റീവ് റവന്യൂവിനെ നമുക്ക് 4 ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റത്തേത് ഫീ, സ്പെഷ്യൽ അസസ്മെൻറ്റ്, ഫൈൻ ആൻഡ് പെനാൽറ്റീസ്, ഫോർഫീച്ചർ, എസ്റ്റീറ്റ്സ്. അപ്പോൾ ഫീ എന്താണെന്ന് നോക്കാം. എ പേയർ ടു ഡിഫ്രേ ദ കോസ്റ്റ് ഓഫ് ഈച്ച് റിക്വയറിംഗ് സർവീസ് അണ്ടർടേക്കൺ ബൈ ദ ഗവൺമെൻറ് primarily in the public interest but conferring a measurable special advantages on the fee payer. And fee is the payment charged by the government to bearing the cost of administration service rendered in the public service. അതായത് നമ്മളിപ്പോൾ ഒരു പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഓഫീസിൽ പോയി, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൊതു അഡ്മിനിസ്ട്രേറ്റീവ് ഭാഗത്ത് ഏരിയയിൽ പോയിട്ട് അവിടെ നിന്ന് നമുക്ക് വല്ല സേവനം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ സേവനത്തിന് വന്ന എത്രയാണോ ചിലവ്, ആ ചിലവ് ഫീ ആയിട്ട് നമ്മൾ അടയ്ക്കേണ്ടി വരും. ഇതിനെയാണ് ഫീ എന്ന് പറയുന്നത്. നമ്മൾക്ക് കിട്ടിയ സേവനത്തിന് അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് കൊടുക്കുന്നതിനെയാണ് ഫീ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് വോളണ്ടറി പേയ്മെൻറ്റ്. ഇതൊരു വോളണ്ടറി പേയ്മെൻ്റ് അല്ല. ഫീ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ സർവീസസിനെ നമ്മൾ അതിൻ്റെ കോസ്റ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ പേയ്മെൻ്റ് ആയിട്ട് ചുമത്തുന്നു. ആ ചുമത്തുന്നതിനാണ് ഫീ എന്ന് പറയുന്നത്. ഇത് കമ്പൽസറി അല്ല. അടുത്തത് സ്പെഷ്യൽ അസസ്മെൻറ്റ്. സ്പെഷ്യൽ അസസ്മെൻറ്റ് ഈസ് എ കമ്പൽസറി കോൺട്രിബ്യൂഷൻ levied in the proportion to the special benefit derived to defray the cost of special improvement to proper undertaken in the public interest. അതായത് ഒരു കമ്പൽസറി കോൺട്രിബ്യൂഷൻസ് ആണ് കൊടുക്കുന്നത്. സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഗവൺമെൻറ് ചിലവാക്കിയ ആ ചിലവിനെ ഈക്വലാക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളിൽ നിന്നും ടാക്സ് കമ്പൽസറി ആയിട്ട് ചുമത്തുകയും അത് കളക്ട് ചെയ്യുകയും ചെയ്യുന്നതിനാണ് സ്പെഷ്യൽ അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. By the construction of roads, schools, etc. going to the yield of some common benefit to the society because of the value or the rent of the property may be increases, so that the government can impose some levy on the special assessment to recover the part of expense incurred. നമ്മളിപ്പോൾ റോഡ് നിർമ്മാണം, ഡാം നിർമ്മിക്കുക, അതുപോലെ തന്നെ സ്കൂൾ നിർമ്മിക്കുക, ഇതൊക്കെ നിർമ്മിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒരു സമൂഹത്തിനാണ് മൊത്തത്തിൽ ഇത് ഗുണം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വരുന്ന ചിലവുകൾ ഗവൺമെൻറ് കുറച്ച് ഫീസായിട്ട് ടാക്സ് ആയിട്ട് ഇമ്പോസ് ചെയ്യുന്നു. ആ ഇമ്പോസ് ചെയ്യുന്നതിനെയാണ് സ്പെഷ്യൽ അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതുവഴി എത്രയാണോ എക്സ്പെൻസ് ഉണ്ടായത് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിന് സാധിക്കും. സ്പെഷ്യൽ അസസ്മെൻറ്റ് അതിൽ വരുന്നതാണ് ഫൈൻസ് ആൻഡ് പെനാൽറ്റീസ്. ദീസ് ആർ നോട്ട് ആൻ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് പബ്ലിക് റവന്യൂ. പബ്ലിക് റവന്യൂവിന് ഇത് അത്ര വലിയ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് അല്ല, പക്ഷേ ഇതും കിട്ടുന്നുണ്ട്. ഫൈൻ എന്ന് പറയുന്നത് പണിഷ്മെൻറ്റ് ഇമ്പോസ്ഡ് ബൈ ദ ഇൻഫ്രിഞ്ച്മെൻറ്റ് ഓഫ് ലോ. നമ്മൾ ഇപ്പോൾ ഒരു ലോ തെറ്റിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പകരം ഫൈൻ അടയ്ക്കുന്നുണ്ട്. അതിന് പകരം ഒരു എമൗണ്ട് ഓഫ് തുക നമ്മൾ അടയ്ക്കുന്നുണ്ട്. ഇതിനെയാണ് ഫൈൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു ഉദാഹരണം, എന്തെങ്കിലും റോഡിലത്തെ നിയമം തെറ്റിച്ചു, അപ്പോൾ അതിനെതിരെ ആ നിയമം ലംഘിച്ചതിന് ഒരു എമൗണ്ട് ചാർജ് ചെയ്യും. അതിനെ ഫൈൻ എന്ന് പറയും. ഫോർഫീച്ചർ എന്ന് പറയുന്നത് ഇറ്റ് റെഫേഴ്സ് ടു ദ പെനാൽറ്റി ഇമ്പോസ്ഡ് ബൈ ദ കോർട്ട് ടു ദ ഫെയിലിയർ ഓഫ് ഇൻഡിവിജ്വൽ ടു അപ്പിയർ ഇൻ ദ കോർട്ട്. ഫോർഫീച്ചർ ഓൾസോ നോട്ട് ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് പബ്ലിക് റവന്യൂ. ഇതും പബ്ലിക് റവന്യൂവിൻ്റെ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് അല്ല. പക്ഷേ ഇതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കോർട്ട് ഒരാളോട്, ഒരു ഇൻഡിവിജ്വലിനോട് കോർട്ടിൽ അപ്പിയർ ചെയ്യണമെന്ന് പറയുകയും ആ വ്യക്തി അത് ഫെയിലിയർ ആവണം, അത് അവിടെ പോയി അപ്പിയർ ചെയ്യാൻ പറ്റാതിരിക്കുന്ന അവസ്ഥയിൽ പെനാൽറ്റി ചാർജ് ചെയ്യും. ഇതിനെയാണ് ഫോർഫീച്ചർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കോടതി ഒരു വ്യക്തിയോട് പറയണം, നിങ്ങൾ വന്ന് ഇവിടെ അപ്പിയർ ചെയ്യണം, അതായത് അവിടെ
ആ വ്യക്തിനോട് പറയുകയാണ് അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ വ്യക്തി ആ കറക്റ്റ് ടൈമിൽ അവിടെ എത്താൻ പറ്റാതിരിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കുന്നതോ പക്ഷം കോർട്ടിന് ഈ പെനാൽറ്റി ഇമ്പോസ് ചെയ്യാം. ഇതിനെയാണ് ഫോർഫീച്ചർ എന്ന് പറയുന്നത്. Escheats. Escheats are the claim of government to the property of a person who die without having any legal heir or without keeping a will. അതായത് ഇപ്പോൾ ഒരു വ്യക്തി, അയാൾക്ക് നിറയെ സ്വത്തും ബാങ്ക് അക്കൗണ്ടും എല്ലാം ഉണ്ട്, പക്ഷെ അയാൾക്കൊരു പ്രോപ്പറായിട്ടുള്ള ലീഗൽ ഹെയർ ഇല്ല. അതായത് അതിനുശേഷമുള്ള നെക്സ്റ്റ് ജനറേഷൻ അവർക്കില്ല, ഇല്ലെങ്കിൽ അതിൻ്റേതായ ഒരു വിൽപത്രം എഴുതി വെച്ചിട്ടില്ല ഇത് ആർക്കൊക്കെ പോകണമെന്ന്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ തുകകളും ആ അക്കൗണ്ടും കോടതി കണ്ടുകെട്ടുകയും അത് കോടതിൻ്റെ കീഴിലേക്ക് ആവുകയും ചെയ്യും. In such a situation, all properties of the person include bank balance and other properties passes to the government. ഇത് ഗവൺമെൻറ്റിലേക്ക് ഈ പൈസയും ബാങ്ക് ബാലൻസും എല്ലാം പോകുന്നു. ഇതിനെയാണ് എസ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് അഡ്മിനിസ്ട്രേറ്റീവ് റവന്യൂ എന്ന് പറയുന്നത്. ഗിഫ്റ്റ് ആൻഡ് ഗ്രാൻസും ഒരു നോൺ ടാക്സ് റവന്യൂ ആണ്. പ്രോഫിറ്റ് ഫ്രം കൊമേഴ്ഷ്യൽ എൻ്റർപ്രൈസസും നോൺ ടാക്സ് റവന്യൂവിൽ വരുന്നതാണ്. നമ്മളിപ്പോൾ എന്താണ് പബ്ലിക് റവന്യൂ എന്ന് പഠിച്ചു. അതിൻ്റെ സോഴ്സസ് ടാക്സ് റവന്യൂ, നോൺ ടാക്സ് റവന്യൂ ആണ്. ടാക്സ് റവന്യൂവിനെ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ആയി തിരിക്കുന്നുണ്ട്. നോൺ ടാക്സ് റവന്യൂവിന് അഡ്മിനിസ്ട്രേഷൻ ഫീ, അതിൽ ഫീസ്, സ്പെഷ്യൽ അസസ്മെൻറ്റ്, ഫൈൻ ആൻഡ് പെനാൽറ്റി, ഫോർഫീച്ചർ, എസ്റ്റേറ്റ്സ് എന്നൊക്കെ പറഞ്ഞു. അതുപോലെ ഗിഫ്റ്റ് ആൻഡ് ഗ്രാൻസും പിന്നെ പ്രോഫിറ്റ് ഫ്രം കൊമേഴ്ഷ്യൽ എൻ്റർപ്രൈസസ്, ഇത്രയാണ് പഠിച്ചത്. ഇനി കാനൺ ഓഫ് ടാക്സ്. അതിന് മുന്നേ നമുക്ക് ഒബ്ജക്റ്റീവ് ഓഫ് ടാക്സേഷൻ. എന്തിനാണ് ടാക്സേഷൻ ഇമ്പോസ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ടാക്സ് ഇമ്പോസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ടു ജനറേറ്റ് അഡിക്വേറ്റ് പബ്ലിക് റവന്യൂ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ അത് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടാക്സ് ഇമ്പോസ് ചെയ്യുന്നത്. രണ്ടാമത്തത് ടു ആക്ട് ആസ് എ ടൂൾ ടു റെഗുലേറ്റ് എക്കോണമീനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടാക്സ് ഉപയോഗിക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇൻഫ്ലേഷൻ ഉണ്ടാകുന്ന സമയത്ത് ഇൻകം കൂടുതലായിട്ട് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, മണി സപ്ലൈ കൂടുതലാണ്. അപ്പോൾ ഈ കണ്ടിന്യൂസ് റൈസ് ഇൻ പ്രൈസസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ടാക്സ് ഇമ്പോസ് ചെയ്യും. അതുവഴി ആ ഇൻഫ്ലേഷൻ എന്നുള്ള സിറ്റുവേഷൻ ഇല്ലാതാക്കാൻ പറ്റും. അപ്പോൾ ഈ ടാക്സേഷൻ എന്ന് പറയുന്നത് ടു ആക്ട് ആസ് എ ടൂൾ ടു റെഗുലേറ്റ് ദ ഇക്കോണമി എന്ന് പറയാം. ടു റെഡ്യൂസ് ദ ഇൻഇക്വാലിറ്റി എമംഗ് ദ പീപ്പിൾ, ഇതാണ് മൂന്നാമത്തെ ഒബ്ജക്റ്റീവ്. അതായത് ജനങ്ങൾ തമ്മിലുള്ള ഇൻഇക്വാലിറ്റി റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതായത് റിച്ച് ആയിട്ടുള്ളവർക്ക് കൂടുതൽ ടാക്സ് ബേർഡൻ പോകുന്നു, പുവർ ആയിട്ടുള്ളവർക്ക്, പാവപ്പെട്ടവർക്ക് കുറച്ച് ടാക്സ് ബേർഡനേ പോകുന്നുള്ളൂ, ബാധ്യത. ആൻഡ് ടു എൻഷുർ ഒപ്റ്റിമം അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്. ഇതിൽ ഒപ്റ്റിമം അലോക്കേഷൻ ഓഫ് റിസോഴ്സസിൻ്റെ അലോക്കേഷൻ ഒപ്റ്റിമം മാക്സിമം ലെവലിലെത്തി നിർത്താൻ ഇത് സഹായിക്കുന്നു ടാക്സേഷൻ വഴി. ടു സ്റ്റെബിലൈസ് ദ എക്കോണമി. ഇൻഫ്ലേഷൻ ആൻഡ് ഡിഫ്ലേഷൻ സമയത്ത് എക്കോണമീനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടാക്സേഷൻ ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് അടുത്ത ഒബ്ജക്റ്റീവാണ് ടു മീറ്റ് ഹ്യൂജ് നീഡ്സ് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. ഈ പബ്ലിക് എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻകം റവന്യൂ ആവശ്യമാണ്. ഇതിനെയും ടാക്സേഷൻ ഇതുകൊണ്ടും ടാക്സ് ചുമത്തുന്നു. പിന്നെ ടു കർട്ടെയിൽ ദ വോളിയം ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഹാംഫുൾ കമോഡിറ്റി. അതായത് ഹാംഫുൾ കമോഡിറ്റീൻ്റെ പ്രൊഡക്ഷനെ കൺട്രോളിൽ നിർത്താൻ വേണ്ടിയിട്ട് ഈ ടാക്സേഷൻ ഹെൽപ്പ് ചെയ്യും. കാരണം ഇതുപോലത്തെ നോൺ എസെൻഷ്യൽ, അത്യാവശ്യമല്ലാത്ത പ്രൊഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് ടാക്സുകൾ ഹൈ റേറ്റിൽ ചുമത്തും. ഒരുപാട് ടാക്സ് ചുമത്തുകയും അങ്ങനെ ചുമത്തുമ്പോൾ അവർക്ക് ടാക്സ് ബേർഡൻ കൂടുതലായിരിക്കും. അപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ടാക്സേഷൻ്റെ ഒബ്ജക്റ്റീവ്. പബ്ലിക് റവന്യൂ ജനറേറ്റ് ചെയ്യുക, ഇറ്റ് ആക്ട് ആസ് എ ടൂൾ ടു റെഗുലേറ്റ് എക്കോണമി, റെഡ്യൂസ് ദ ഇൻഇക്വാലിറ്റി എമംഗ് ദ പീപ്പിൾ, ഒപ്റ്റിമം അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്, to stabilize the economy, to meet the huge needs of public expenditure of the country, to curtail the volume of production of harmful commodity. ഇനി canon of taxation. ഇതെന്താണെന്ന് പറഞ്ഞു വെച്ചാൽ നമ്മളിപ്പോൾ ടാക്സ് ഇമ്പോസ് ചെയ്യുമ്പോൾ എത്ര ടാക്സ്, അതായത് നികുതി ചുമത്തുമ്പോൾ എത്ര ചുമത്തണം, എത്ര റേറ്റിൽ ചുമത്തണം, എത്ര എമൗണ്ട് ആയിരിക്കണം ടാക്സ് ആയിട്ട് നികുതിയായിട്ട് കിട്ടേണ്ടത്, ആൻഡ് അത് എങ്ങനെയൊക്കെ ചുമത്താം, എപ്പോഴൊക്കെ കളക്ട് ചെയ്യാം എന്നിവയെക്കുറിച്ചിട്ടൊരു പ്രിൻസിപ്പിൾ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനെയാണ് കാനൺ ഓഫ് ടാക്സേഷൻ എന്ന് പറയുന്നത്. ഇത് ആദ്യമായി കൊണ്ടുവന്നത് ആഡം സ്മിത്താണ്. കാനൺ ഓഫ് ടാക്സേഷൻ ആദ്യമായി കൊണ്ടുവന്നത് ആഡം സ്മിത്താണ്. നമുക്ക് ഈ കാനൺ ഓഫ് ടാക്സേഷൻ്റെ ആഡം സ്മിത്തിൻ്റെ പോയിന്റുകൾ എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് പഠിച്ചു വയ്ക്കാം. ഇ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എന്ന് വെച്ചാൽ ഫസ്റ്റത്തെ ഇ സ്ക്വയർ എന്ന് പറയുന്നത് ഇക്വിറ്റിയും എക്കോണമിയും. ഇക്വിറ്റി, എക്കോണമി, ഇ സ്ക്വയർ. സി സ്ക്വയർ എന്ന് പറയുമ്പോൾ സെർട്ടനിറ്റിയും കൺവീനിയൻസും സി സ്ക്വയർ. അപ്പോൾ ഇ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എന്ന് പറയുന്നത് ആഡം സ്മിത്തിൻ്റെ കാനൺ ഓഫ് ടാക്സേഷനാണ്. ഇക്വിറ്റി, എക്കോണമി, സെർട്ടനിറ്റി, കൺവീനിയൻസ്. അതിൽ ഫസ്റ്റ് കാനൺ ഓഫ് ഇക്വിറ്റി.
ക്യാനൺ ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്നത് എവറി ടാക്സ് പേയർ ഷുഡ് കോൺട്രിബ്യൂട്ട് ദ ഗവൺമെൻറ് ഓൺ ദ ബേസിസ് ഓഫ് എബിലിറ്റി ടു പേ. അതായത് അവരവരുടെ കഴിവിനനുസരിച്ചിട്ട് ഗവൺമെൻറ് ഇമ്പോസ് ചെയ്യുന്ന ടാക്സ്, ചുമത്തുന്ന ടാക്സ് അടയ്ക്കണം. അതിന് ഈക്വലായിട്ടുള്ള ഗവൺമെൻറ്റിലേക്ക് കോൺട്രിബ്യൂഷൻ നടത്തണം. ഇപ്പോൾ റിച്ച് ആയിട്ടുള്ളവർക്ക് മേലെ കൂടുതൽ ടാക്സിൻ്റെ നികുതിയുടെ ബാധ്യതയും പാവപ്പെട്ടവന് മേലെ കുറഞ്ഞ ടാക്സിൻ്റെ അതായത് നികുതിയുടെ ബാധ്യതയുമായിട്ട് പോകുന്നു. ക്യാനൺ ഓഫ് ഇക്കോണമി, അതായത് നമ്മളിപ്പോൾ നികുതി കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, നികുതി ശേഖരിക്കുവാൻ വേണ്ടിയിട്ട് എടുക്കുന്ന കോസ്റ്റ് ഓഫ് കളക്ഷൻ, അതായത് കോസ്റ്റ് ഓഫ് കളക്ഷൻ, നമുക്കിപ്പോൾ നികുതി കിട്ടാൻ വേണ്ടിയിട്ട് എടുക്കുന്ന കോസ്റ്റ്, അത് മിനിമം ആയിരിക്കണം ഉണ്ടാവേണ്ടത്. അത് ഒരുപാട് ഇപ്പോൾ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ, ഇപ്പോൾ റവന്യൂ ആയിട്ട് നമുക്ക് കിട്ടുന്നത് 10,000 ആണെന്നുണ്ടെങ്കിൽ ആ 10,000 കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 12,000 ചിലവ് വരുത്തുന്ന രീതിയാവരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനാണ് ക്യാനൺ ഓഫ് ഇക്കോണമി എന്ന് പറയുന്നത്. ക്യാനൺ ഓഫ് സെർട്ടനിറ്റി എന്ന് പറയുന്നത് ദിസ് ക്യാനൺ ഈസ് ടു എൻഷുർ ദാറ്റ് ദ ടാക്സ് മെഷീനറി ഡസ് നോട്ട് ബിക്കം ദ കറപ്റ്റ് ആൻഡ് ടാക്സ് പേയർ ഈസ് നോട്ട് ഹറാസ്ഡ്. അതായത് ടാക്സിങ് സിസ്റ്റം എന്ന് പറയുന്നത് ട്രാൻസ്പാരൻ്റ് ആയിരിക്കണം, അതിൽ കറപ്ഷനൊന്നും പാടില്ല. അതുപോലെ തന്നെ ടാക്സ് പേയേഴ്സിനെ ഹറാസ് ചെയ്യുന്ന രീതിയും പാടില്ല. ക്യാനൺ ഓഫ് കൺവീനിയൻസ്, ഇതിൽ പറയുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ ടാക്സ് ചുമത്തുന്നത് കറക്റ്റായിട്ടുള്ള ടൈമിങ്ങിലായിരിക്കണം, അപ്രോപ്രിയേറ്റ് ടൈമിങ്ങിലായിരിക്കണം ടാക്സ് ചുമത്തുന്നതും ടാക്സ് കളക്ട് ചെയ്യേണ്ടതും അപ്രോപ്രിയേറ്റ് ടൈമിലായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ക്യാനൺ ഓഫ് കൺവീനിയൻസ് എന്ന് പറയുന്നത് ഒരു അഗ്രികൾച്ചറിലെ വ്യക്തിയോട് ഇപ്പോൾ ടാക്സ് ചുമത്തുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴായിരിക്കണം ചുമത്തേണ്ടത്? അവരുടെ കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന ആ സിറ്റുവേഷനിലാണ്, ആ സമയത്തായിരിക്കും ടാക്സ് ചുമത്തുന്നത്. അതാണ് അതിൻ്റെ കൺവീനിയൻറ്റ് ടൈം എന്ന് പറയുന്നത്. ഇതുപോലെ ഓരോ ടാക്സ് ചുമത്തുന്നതിനും അതിൻ്റെ കൺവീനിയൻറ്റ് ടൈമിലായിരിക്കണം ടാക്സ് ഇമ്പോസ് ചെയ്യേണ്ടത്. അപ്പോൾ ആഡം സ്മിത്തിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ക്യാനൺ ഓഫ് ടാക്സേഷൻ 4 ഉള്ളത്: ഇക്വിറ്റി, എക്കോണമി, സെർട്ടനിറ്റി, കൺവീനിയൻസ്. ഇനി അതിൻ്റെ ടൈപ്സ് ഓഫ് ടാക്സസ്, അത് നമ്മൾ പറഞ്ഞു. ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും നേരത്തെ ഡിസ്കസ് ചെയ്തു. ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് ഇമ്പോസ് ചെയ്യുന്നതും ഇമ്പാക്റ്റും ഇൻസിഡൻറ്റും ഒരേ വ്യക്തിയിലാണെന്നുണ്ടെങ്കിൽ അതിന് ഡയറക്റ്റ് ടാക്സ് എന്നും, ഇമ്പാക്റ്റ് ഒരു വ്യക്തിയിലും അതിൻ്റെ ഇൻസിഡൻറ്റ് അതിൻ്റെ അടയ്ക്കുന്നത് വേറൊരാളും ആണെങ്കിൽ അത് ഇൻഡയറക്റ്റ് ടാക്സ് എന്നും പറഞ്ഞു. ഇനി അടുത്തതാണ് പ്രൊപ്പോർഷണൽ ടാക്സ്. അത് പ്രൊപ്പോർഷണൽ ടാക്സ് എങ്ങനെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടേബിളും ഈ ഗ്രാഫും എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രൊപ്പോർഷണൽ ടാക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻകം കൂടുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ സെയിം പ്രൊപ്പോർഷണൽ റേറ്റ് ആയിരിക്കും കൊണ്ടുപോകുക. ഇപ്പോൾ 1000 രൂപ ഉണ്ടായിരുന്ന സമയത്ത് 10% അതിൻ്റെ ടാക്സായി കൊടുക്കുന്നത്. അപ്പോൾ ടാക്സ് എമൗണ്ട് ആയിട്ട് 1000ൻ്റെ 10% എന്ന് പറയുന്നത് 300 നമുക്ക് കിട്ടി. 3000 ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് 10% തന്നെയാണ് പ്രൊപ്പോർഷണൽ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 300 3000ൻ്റെ 10% കിട്ടുക. അങ്ങനെ ടാക്സ് റേറ്റും അതിനനുസരിച്ച് ടാക്സ് ഇൻക്രീസ് ചെയ്യുന്നത് പോലെ ടാക്സ് റേറ്റും ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ അതിൽ നിന്ന് കിട്ടുന്ന ടാക്സ് എമൗണ്ട് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അതിനെ പ്രൊപ്പോർഷണൽ ടാക്സ് എന്ന് പറയുന്നത്. ഇത് കാണിക്കുന്ന ഫിഗർ 2.2 കാണിക്കുന്നത് പ്രൊപ്പോർഷണൽ ടാക്സ് കർവാണ്. അതായത് ഇൻകം ടാക്സ് ബേസിൽ ടാക്സിൻ്റെ കൂടുന്തോറും ടാക്സ് റേറ്റ് പാരലായിട്ട് തന്നെ പോകുന്നു, 10% തന്നെ നിൽക്കുന്നു. പക്ഷേ എമൗണ്ട് അതിന് കിട്ടുന്നതിൻ്റെ അളവ് കൂടുന്നുണ്ട്. ഇൻകം കൂടുന്നതോറും ഇതിൻ്റെ ടാക്സ് റേറ്റ് റിമെയിൻ സെയിം ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് പ്രൊപ്പോർഷണൽ ടാക്സ് എന്ന് പറയുന്നത്. അടുത്തതാണ് പ്രോഗ്രസീവ് ടാക്സ് എന്ന് പറയുന്നത്. പ്രോഗ്രസീവ് ടാക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻകം കൂടുന്നതിനനുസരിച്ച് ടാക്സ് റേറ്റിലും ചേഞ്ചസ് വരുന്നു. ഫസ്റ്റത്തേൽ ഇൻകം കൂടുന്നതിനനുസരിച്ച് ടാക്സ് റേറ്റിൽ മാറ്റം വരുന്നില്ല, പക്ഷേ ടാക്സ് എമൗണ്ടിൽ മാറ്റമുണ്ട്. ഇതിലാണെന്നുണ്ടെങ്കിൽ പ്രോഗ്രസീവിലാണെന്നുണ്ടെങ്കിൽ ടാക്സ് ഇൻകം കൂടുന്തോറും അതിനനുസരിച്ച് ടാക്സ് റേറ്റും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനനുസരിച്ച് എമൗണ്ട് ഓഫ് ടാക്സ് നമുക്ക് കൂടുതൽ കിട്ടുന്നുണ്ട്. ഇതിനാണ് പ്രോഗ്രസീവ് ടാക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സ് ആക്സിസിൽ ഇൻകം കൂടുന്നതിനെയും വൈ ആക്സിസിൽ ടാക്സ് റേറ്റുകൾ കാണിക്കുന്നത്. 10,000 ഇൻകം ഉണ്ടായിരുന്ന സമയത്ത് 3000 ഇൻകം ഉണ്ടായിരുന്ന സമയത്ത് 10% ഇവിടുത്തെ ടാക്സ് റേറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ 300 രൂപ എമൗണ്ടായി കിട്ടി. 6000 ഇൻകം ഉള്ള സമയത്ത് 25%, അതായത് ടാക്സ് റേറ്റ് കൂട്ടി വന്നു. അപ്പോൾ അവിടെ 1500 ടാക്സ് എമൗണ്ടായി കിട്ടുന്നു. അതായത് ടാക്സ് ഇൻകം കൂടുന്നതിനനുസരിച്ച് ടാക്സ് റേറ്റ് കൂടുന്നതിനാണ് പ്രോഗ്രസീവ് എന്ന് പറയുന്നത്. പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത് ഇൻകം കൂടുന്നതിനനുസരിച്ച് ടാക്സ് റേറ്റിൽ മാറ്റം ഉണ്ടാകുന്നത്, ടാക്സ് റേറ്റ് സെയിം ആയിട്ട് തന്നെ പോകുന്നു. അടുത്തതാണ് റിഗ്രസീവ് ടാക്സ് റേറ്റ് എന്ന് പറയുന്നത്. ഇൻകം കൂടുന്നതിനനുസരിച്ച് ടാക്സ് റേറ്റ് കുറഞ്ഞു വരുന്നതിനാണ് റിഗ്രസീവ് ടാക്സ് റേറ്റ് എന്ന് പറയുന്നത്. ഇൻകം കൂടുന്നതിനനുസരിച്ച് ടാക്സ് റേറ്റ് കുറഞ്ഞു വരുന്നു. 1000 ഉണ്ടായിരുന്ന സമയത്ത് 10% ടാക്സ് റേറ്റ് വെച്ചില്ലെങ്കിൽ 3000 ഉണ്ടായിരുന്ന സമയത്ത് 6% ടാക്സ് റേറ്റ് ഉള്ളതിനാണ് റിഗ്രസീവ് ടാക്സ് റേറ്റ് എന്ന് പറയുന്നത്.
ആൻഡ് ലാസ്റ്റ് വൺ ഇതാണ് ഡിഗ്രസീവ് ടാക്സ് റേറ്റ് എന്ന് പറയുന്നത്. ഡിഗ്രസീവ് ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് പ്രോഗ്രസീവ് ആൻഡ് പ്രൊപ്പോർഷണൽ ടാക്സ്. പ്രോഗ്രസീവും പ്രൊപ്പോർഷണൽ ടാക്സ് റേറ്റിൻ്റെ ഇതാണ്. ഇപ്പോൾ 0 to 5 വരെയുള്ള കാണിക്കുന്നത് പ്രോഗ്രസീവും, അതിനുശേഷം 10% എത്തിയ സമയത്ത് അതൊരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ടാണ് ടാക്സ് റേറ്റ് പോകുന്നത്. ആദ്യം പ്രോഗ്രസീവായിട്ട് ടാക്സ് റേറ്റ് ഇൻകം കൂടുന്നതിനനുസരിച്ച് ടാക്സ് റേറ്റും കൂടുന്നുണ്ട്. പക്ഷേ പിന്നീട് ഒരു സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷം ഇൻകം കൂടുന്നതിനനുസരിച്ച് ടാക്സ് റേറ്റ് കൂടുന്നില്ല, ടാക്സ് റേറ്റ് റിമെയിൻ സെയിം ആയിട്ട് പോകുന്നു. അപ്പോൾ പ്രോഗ്രസീവ് ടാക്സ് റേറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നു, പ്രൊപ്പോർഷണൽ ടാക്സ് റേറ്റ് സെയിം ആയിട്ടിരിക്കുന്നു, റിഗ്രസീവ് ടാക്സ് റേറ്റ് കുറഞ്ഞു വരുന്നു. ഡിഗ്രസീവ് എന്ന് പറയുന്നത് ഒരു സ്റ്റേജ് വരെ പ്രോഗ്രസീവായിട്ടും പിന്നീട് പ്രൊപ്പോർഷണലായിട്ടും ടാക്സ് റേറ്റ് പോകുന്നു. ഇനി ഇതിന് സ്പെസിഫിക് ആൻഡ് അഡ്വലോറം ടാക്സും ഉണ്ട്. ആ സ്പെസിഫിക് ടാക്സ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടോ എക്സ്പോർട്ടോ ചെയ്യുന്ന കമോഡിറ്റീൻ്റെ വെയിറ്റോ സൈസോ വോളിയമോ അനുസരിച്ചിട്ടാണ് ടാക്സ് ചുമത്തുന്നതെങ്കിൽ അതിനെ സ്പെസിഫിക് ടാക്സ് എന്ന് പറയുന്നു. ഒരു എന്തെങ്കിലും കമ്പ്യൂട്ടർ അങ്ങനത്തെ എന്തെങ്കിലും ഇമ്പോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈസ് അല്ലെങ്കിൽ വെയിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ വോളിയത്തിൻ്റെ ബേസിസിലാണ് ടാക്സ് ഇമ്പോസ് ചെയ്യുന്നതെങ്കിൽ അതിനെ സ്പെസിഫിക് ടാക്സ് എന്ന് പറയുന്നു. അഡ്വലോറം എന്ന് പറയുന്നത് ഇതേ കമ്പ്യൂട്ടർ അതിൻ്റെ വാല്യൂൻ്റെ ബേസിസിലാണ് നമ്മളിപ്പോൾ ടാക്സ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അതിന് അഡ്വലോറം എന്ന് പറയുന്നു. അതായത് ടാക്സ് ഇമ്പോസ് ചെയ്യുന്നത് അതിൻ്റെ വോളിയത്തിൻ്റെ ബേസിസിലാണെന്നുണ്ടെങ്കിൽ വാല്യൂൻ്റെ ബേസിസിലാണ്. വോളിയത്തിൻ്റെ ബേസിസിലാണെന്നുണ്ടെങ്കിൽ അത് സ്പെസിഫിക്കും, വാല്യൂവിൻ്റെ ബേസിസിലാണെങ്കിൽ അത് അഡ്വലോറം ടാക്സുമാണ്. ആൻഡ് GST ഇത് ഒരു തരം ടാക്സാണ്. ആദ്യം ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് VAT ആയിരുന്നു, വാല്യൂ ആഡഡ് ടാക്സ് ആയിരുന്നു. GST എന്ന് പറയുന്നത് വാല്യൂ ആഡഡ് ടാക്സിൻ്റെ കൂടെ സേവനം കൂടി ചേരുന്നതിനാണ് GST എന്ന് പറയുന്നത്. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്ന് പറയുന്നത്. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആദ്യം കൊണ്ടുവന്നത് ഫ്രാൻസിലായിരുന്നു. 1954 ഫ്രാൻസിലാണ് ആദ്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. ഇന്ത്യയിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്തത് July 1, 2017 ഈ GSTൻ്റെ മെയിൻ സ്ലോഗൻ എന്ന് പറയുന്നത് തന്നെ 1 tax 1 market 1 India എന്നാണ്. അതായത് ഒരു ടാക്സ് ഒരു കമ്പോളം ഒരു ഇന്ത്യ, എല്ലാത്തിലും ഒരേപോലെ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഈ ടാക്സിൽ സെൻട്രൽ GST എന്ന് പറഞ്ഞിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്നതും സ്റ്റേറ്റ് GST എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുടെ കീഴിൽ വരുന്നതും ഇൻ്റഗ്രേറ്റഡ് GST എന്ന് പറയുന്നത് സ്റ്റേറ്റിനും സെൻട്രലിനും ഒരുപോലെ പങ്കുവരുന്ന ഏരിയനെയാണ് ഇൻ്റഗ്രേറ്റഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ടാക്സ് സ്ലാബ് അഥവാ GSTൻ്റെ റേറ്റിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 0%, 5%, 12%, 18%, 28% എന്നീ നിരക്കിലാണ്. ഇതിൻ്റെ ടാക്സ് റേഞ്ച് എന്ന് പറയുന്നത് 0, 5%, 12%, 80% ആൻഡ് 28% ഇങ്ങനെയാണ്.